അതേപോലെ തന്നെ പലപ്പോഴും ബാങ്കുകാർ നമ്മളോട് പറയും ഒരു 10 വർഷത്തേക്ക് എടുത്തേക്കൂ, 20 വർഷത്തേക്ക് എടുത്തേക്കൂ, എന്തിന് 30 വർഷത്തേക്ക് നിങ്ങൾ ലോൺ എടുത്തേക്കൂ. അതായത് നിങ്ങൾക്ക് EMI കുറഞ്ഞ് കിട്ടില്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ. ഈ വർഷങ്ങളൊക്കെ മാറും. അപ്പോൾ കൂടുതൽ വർഷത്തേക്ക് എടുക്കുന്ന സമയത്ത് EMI കുറയാനുള്ള ചാൻസ് ഉണ്ട്. സത്യം തന്നെയാണ്, അതിലൊരു തെറ്റില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ, EMI കുറഞ്ഞ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ വർഷത്തേക്ക് അടയ്ക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ചിന്തിക്കരുത്. അവിടെയാണ് ഒരു ട്രാപ്പ് കിടക്കുന്നത്. എങ്ങനെയാണെന്നുള്ളതെന്ന് പറയാം. നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ 5 ലക്ഷം രൂപയ്ക്ക് തന്നെ ഒരു ലോൺ എടുക്കുകയാണ് എന്ന് കൂട്ടുക. 8.7% ആണ് ഇതിന് ഇൻട്രസ്റ്റ്. 20 വർഷത്തേക്കാണ് നിങ്ങൾ എടുക്കുന്നത്. അത്രയും വർഷം നിങ്ങൾ EMI അടച്ചുകൊണ്ടിരിക്കണം. ഈ പറയുന്ന EMI വരുന്നത് 4400 രൂപയാണ് പെർ മന്ത് വരുന്നത്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന പേയ്മെൻ്റ് എല്ലാം കൂടി അടച്ചു വരുന്ന സമയത്ത് 10,56,000 രൂപ നിങ്ങൾ പറയുന്ന ഇൻട്രസ്റ്റ് മാത്രമല്ല, ഇൻട്രസ്റ്റ് മുതലുമായിട്ട് മൊത്തത്തിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇവിടെ 5,56,000 രൂപ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇനത്തിൽ മാത്രം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് എടുക്കുന്ന എമൗണ്ട് 5 ലക്ഷം ആണെങ്കിലും ശരി, കൊടുത്തു വരുന്ന സമയത്ത് നമ്മുടെ എടുത്ത മുതലിനേക്കാൾ കൂടുതൽ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോണിൻ്റെ ടേണർ ടൈം എന്ന് പറയുന്ന സാധനം ഒരു പ്രശ്നമുള്ള സാധനം തന്നെയാണ്. എത്രത്തോളം ചുരുങ്ങുന്നു അത്രത്തോളം നല്ലതാണ്. പക്ഷേ EMIൻ്റെ വലിപ്പം കൂടും. എങ്കിലും നിങ്ങൾ അധികം പൈസ കൊടുക്കുന്നില്ല എന്നുള്ളൊരു വാസ്തവം നിങ്ങളവിടെ മനസ്സിലാക്കണം.